ഹലോ അസ്സലാമലൈക്കും. ഞാനിന്ന് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കനെ കൊണ്ട് പലതും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അത് നമുക്ക് ചിക്കൻ എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ലെമൻ്റെ പകുതി ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് അതൊന്ന് നമുക്ക് നന്നായി കുഴച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് വെച്ചാൽ അത്രയും നല്ലത്. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന ടൈം നമുക്ക് ഇതുപോലെ ചേർത്താൽ മതി. ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കൂടുതൽ കോൺഫ്ലവറൊന്നും വേണ്ട. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്നെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്നിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം. ഇതുപോലെ ഓയിലിൽ എല്ലാം ഫ്രൈ ചെയ്ത് വേണ്ടി വെക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് സോസ് വേണം. ഇതുപോലെ കുറച്ച് കെച്ചപ്പും കുറച്ച് സോയാ സോസും ചില്ലി ഫ്ലെക്സും നമുക്ക് കുറച്ച് ചില്ലി സോസൊക്കെ ചേർത്ത് അതൊന്ന് മിക്സാക്കി വെക്കാം. പിന്നെ നമുക്ക് ഈ ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഈ സോസൊക്കെ റെഡിയായി. അതുപോലെ ഈ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ സോസെല്ലാം അതിലേക്ക് ഒന്ന് മിക്സാക്കി ഇളക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണിയും ചേർത്തെല്ലാം മിക്സാക്കി അതിലേക്ക് നമുക്ക് ഈ അരച്ച അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്രഷ് ചെയ്ത് അണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് എല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി അതിലേക്ക് കുഴച്ചെടുക്കുക. നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഓഫാക്കാം. നല്ല അടിപൊളി ചിക്കൻ റെഡിയായി. നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ ആ ചിക്കൻ്റെ മസാല തന്നെ വരുന്നത് അണ്ടിപ്പരിപ്പും സോസൊക്കെ പിന്നെ കൂടിയിട്ടില്ലതാണ്. അതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. ഇതുപോലെ കഴിക്കാൻ നല്ലൊരു എരിവും അതിലൊരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ടില്ല ചിക്കനാണ്. അത് നല്ല ടേസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. വളരെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് നെയ്ച്ചോറും പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.